പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ പോയ സീസണിന്റെ പകുതിയായപ്പോൾ മോഹൻ ബഗാൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ഒരു താരമാണ് ജോണി കൗക്കോ. ഗുരുതരമായിട്ടുള്ള പരിക്ക് കാരണം ഒരുപാട് മത്സരങ്ങൾ ജോണി കൗക്കോ എന്ന ഈ ഒരു താരത്തിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ പരിക്ക് മാറി മോഹൻ ബഗാൻ ടീമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷവും തന്റെ മികച്ച പ്രകടനമായിരുന്നു ജോണി കൗക്കോ പുറത്തെടുത്തിരുന്നത്. എന്നാൽ അടുത്ത സീസണിൽ ജോണി കൗക്കോ മോഹൻ ബഗാൻ ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം താരത്തിന്റെ മോഹൻ ബഗാൻ ടീമിനോടൊപ്പമുള്ള കോൺട്രാക്ട് ഈ കഴിഞ്ഞ മെയ് 31 കൂടി അവസാനിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ജോണി കൗക്കോ എന്ന ഈ ഒരു താരത്തിനെ ചില ISL ടീമുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് താല്പര്യമുണ്ട് എന്നുള്ളത്. നിലവിലിപ്പോൾ പുറത്തു വന്നുള്ള റൂമർ അനുസരിച്ച് നോർത്ത് ഈസ്റ്റിനോടൊപ്പം തന്നെ മുംബൈ സിറ്റി FCക്കും ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നതാണ്. 2 കോടിയുള്ള രൂപയാണ് ജോണി കൗക്കോയുടെ മാർക്കറ്റ് വാല്യൂ. എന്തായാലും ജോണി കൗക്കോ എന്ന ഈ ഒരു താരത്തിനെ ഏത് ISL ടീം സ്വന്തമാക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ അവരുടെ പ്രീ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഒന്നും ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സൈനിങ് എല്ലാം ഉടനെ തന്നെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അതിനുശേഷം എത്രയും വേഗം ട്രെയിനിങ് ആരംഭിക്കാൻ തന്നെയാണ് ക്ലബ്ബ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറന്റ് കപ്പിന് മുൻപ് മാക്സിമം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കിയേക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ട്രെയിനിങ് ആരംഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തൊരു വാർത്ത ചെന്നൈ FCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ചെന്നൈ FC അങ്ങനെ പുതിയൊരു താരത്തിനെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള ഡാനിയൽ ഷിമയെയാണ് ചെന്നൈ FC ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സീസണിലെ ചെന്നൈ FCയുടെ പ്രധാന സ്ട്രൈക്കർ ഡാനിയൽ ഷിമയായിരിക്കും. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ FCക്ക് വേണ്ടി കളിച്ച 2 വിദേശ താരങ്ങളെയാണ് ഇപ്പോൾ ചെന്നൈ FC ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും മികച്ച സൈനിങ് ഒക്കെ ചെന്നൈ FC ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.